സാധിക്കുന്നതായിരിക്കും. പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫെസ്റ്റാണ്. എല്ലാവരും ഒറ്റക്കെട്ട. കാരണം ഇതാണ് പുതുപ്പള്ളിയുടെ ഒരുമ. മുഴുവൻ പുതുപ്പള്ളിയും ഇവിടെയുണ്ട്. ഞങ്ങളൊന്ന് പറഞ്ഞേ ഉള്ളൂ, സ്വയം നിയന്ത്രണം കാണിക്കാൻ പറഞ്ഞപ്പോൾ അതുപടി പാലിച്ചതാണ് പുതുപ്പള്ളി. വേറൊന്നും ആരെ ആവശ്യമൊന്നുമില്ല, ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതേ മര്യാദ, അതേ സ്നേഹം, ഈ നാടിന്റെ പ്രത്യേകത, ഈ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഒറ്റക്കെട്ടായി ഈ നാട് നിൽക്കുന്നു. പ്രത്യേകമായ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങള് ഈ പരിപാടി 28-നാണ് തുടങ്ങിയത്. ട്രക്സിനെതിരെ ഒരു മാരത്തൺ, പിന്നെ കുട്ടികളുടെ ചിത്ര വര, അതുപോലെ തന്നെ എന്റെ പിതാവിനെ കുറിച്ചുള്ള മനോരമയുടെ പ്രദർശനം, ഈ നാടിനെ കുറിച്ച് വിശേഷൻ സാറ് നടത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞ ഹിസ്റ്ററിയുടെ ഒരു മ്യൂസിയം പോലൊരു പരിപാടി. പിന്നെ 2-3 ദിവസത്തെ ബാൻഡ്, ഇനി ഞങ്ങളുടെ ബാൻഡ് ഇവിടെ പെർഫോം ചെയ്യുന്നു. ഇന്നലെ ഒരു ഭജന ഉണ്ടായിരുന്നു. അങ്ങനെ പല പരിപാടികൾ സംഘടിപ്പിച്ചു. തൊട്ടുമുമ്പ് ബാബ വന്നിരുന്നു, ഇന്നലെ പിഷാണ്ടി വന്നിരുന്നു. അങ്ങനെ വിവിധ താരങ്ങൾ വന്നു. ഇന്ന് പുതുപ്പള്ളി മൊത്തം ഒറ്റൊരാളെയാണ് കാത്തിരിക്കുന്നത്. ആരാ? അപ്പോൾ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം. എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എന്റെ ദൈവമേ, പുതുപ്പള്ളി ഫെസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പം ലിറ്ററലി ഞെട്ടിച്ചു കളഞ്ഞു. ആ ഒരു സ്നേഹവും ആ ഒരു വെൽക്കമും ഒക്കെ വേറെ ലെവലായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒത്തിരി സന്തോഷം പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് വരാൻ കഴിഞ്ഞതില്. അതില് ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എക്കാലവും വാഴുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട MLA, അദ്ദേഹത്തിന്റെ ഇൻവൈറ്റ്, ചാണ്ടി ഉമ്മൻ സാർ, അദ്ദേഹത്തിന്റെ ഇൻവൈറ്റ് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ആൻഡ് 28-ാം തീയതി സാറ് പറഞ്ഞിരുന്നു, 28, പിന്നെ 1, 2 എന്നൊക്കെ ഡേറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇന്ന് തന്നെയാണ് വരേണ്ടത്. ഈ ഒരു കൾമിനേഷൻ ദിവസം, ഇത്രയും ദിവസത്തെ ആഘോഷത്തിന്റെ ഒക്കെ ഒടുവിൽ നിങ്ങളും ഭയങ്കര അതിന്റെ എനർജിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ വരേണ്ടത്. എന്തായാലും പ്രോഗ്രാംസ് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു എല്ലാ മണ്ഡലങ്ങളിലും വേണം ഇതേപോലെ ഫെസ്റ്റ് അല്ലേ? പക്ഷെ അതിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഓ, കേട്ടിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു ആഘോഷം, ഉണ്ടായിരുന്നു. ഓ ശരി, എല്ലാം ഞാൻ മിസ് ചെയ്തു. കഷ്ടമായിപ്പോയി. പക്ഷെ വേണമെങ്കിലും കേക്ക് വാങ്ങിക്കായിരുന്നു. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വേണ്ട. അടുത്ത വർഷം ഉണ്ടാവുമല്ലോ ഇല്ലേ? അപ്പൊ നമുക്ക് തകർക്കാം. അടുത്ത വർഷം എന്തായാലും എന്നെ വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അതും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് തന്നെ വിളിക്കട്ടെ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിന്റെ പിന്നിൽ നിൽക്കുന്ന മുഖങ്ങൾ ആണ് മുന്നണി പോരാളികൾ. അതെ അതെ, ആണ് ഇവരെല്ലാവരും. ഓ ആണ്. നമസ്കാരം സാർ. എല്ലാവരും ആശംസകളും നേരുന്നു. ആൻഡ് പ്രത്യേകിച്ച് സാറിനും സാറിന്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മനെ അവിടെ വന്ന് കാണാൻ പറ്റിയില്ല. നമസ്കാരം അമ്മ. എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ഇനിയും ഇതേപോലെ മനോഹരമായി മെമ്മറബിൾ ആയിട്ടുള്ള ഇവന്റ്സിന്റെ ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തോ ഈശ്വര, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ വേറെ ലെവലെത്തി. MLA പാടുന്നുണ്ട്. പാടുന്നുണ്ടോ? ഈ ലെഫ്റ്റ് സൈഡ് മുന്നേയില്ലേ? പാടുന്നുണ്ടോ? അപ്പം എന്തായാലും അവസാന ദിവസമായതുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാനുള്ള പരിപാടി എനിക്കില്ല. അത് ആ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്നതിന് മുമ്പ് പാടിയത്. നോർമലി പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. പിന്നെ പാട്ടിനേക്കാളും സേഫ് ഡാൻസ് ആയതുകൊണ്ട് യൂഷ്വലി ഞാൻ ചെല്ലുന്ന സ്റ്റേജിലൊക്കെ 2 സ്റ്റെപ്പ് റെക്കോർഡ് ചോദിക്കാറുണ്ട്. പക്ഷേ എന്റെ കൂടെ അവിടെ എനിക്ക് ആളുകൾ ഉണ്ടാവാറുണ്ട് കൂടെ സ്റ്റെപ്സ് കാണിച്ചു തന്ന് ചെയ്യിപ്പിക്കാനായിട്ട്. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ എനിക്ക് സ്റ്റെപ്സ് കാണിച്ചു തരണം ചെയ്യാനായിട്ട്. എന്നല്ലേ സാറിന്റെ അടുത്ത് പറയാനാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് വയറിലാവും. വേണ്ട, മൊത്തം ഡാൻസ് ആയിരുന്നു.
എന്തെങ്കിലും ഡാൻസ് ചെയ്യണം. ഒരു പാട്ട് ഇരുപതാം തന്നെ ആയിക്കോട്ടെ. എല്ലാരും അങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള പിള്ളേരോടെ ആരെങ്കിലും ഉണ്ടോ? കയറി വരാനായിട്ട് സ്റ്റേജിൽ വരണം. ഒരു 2-3 സ്റ്റെപ്സ് കാണിച്ചു തരാം. വരുമോ? കം പ്ലീസ് കം. ചെറിയ സ്റ്റെപ്സ് മയത്തില്. ഓക്കെ, അപ്പൊ ഇനി ചെറിയൊരു പാട്ടാണോ?